ലോ റിസ്ക് ആൽക്കഹോൾ ഡ്രിങ്കിങ് ഗൈഡ് ലൈൻസ് ഒരിക്കലും നോ റിസ്ക് ഗൈഡ് ലൈൻസ് അല്ല. ഇതിന് റിസ്ക് ഇല്ല എന്നല്ല അവർ അത് പറയുന്നത്. എന്നാൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരാൾക്ക് കഴിക്കണമെന്നതിൻ്റെ ലിമിറ്റേഷന് ഉള്ളൊരളവ് അവരൊന്ന് ആ ഗൈഡ് ലൈൻസിൽ വിവരിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഈ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് അത് മിക്കവാറും അവരുടെ ആരോഗ്യത്തെ അനുസരിച്ചിരിക്കും. ചിലർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആരോഗ്യസ്ഥിതിയുള്ള ഒരാൾക്ക് കുറഞ്ഞ അളവിലുള്ള മദ്യം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ ശരീരത്തിൽ ഉടലെടുക്കും. എന്നാൽ നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് അത്തരം പ്രശ്നങ്ങൾ വളരെ ചുരുക്കമാണ് വരുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഗൈഡ് ലൈൻസ് ഇറക്കിയതെന്ന് വെച്ചാൽ ഇവർക്ക് ലോങ് ടൈം ആയിട്ട് ഇത് കൂടി തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാനഡ അങ്ങനെ ഒരു സ്റ്റഡിയും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്കിങ് മെൻഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വരുത്തുന്നതിനും കൂടി സഹായിക്കുന്ന അതാണ് ഈ ലോ റിസ്ക് ആൽക്കഹോൾ ഡ്രിങ്കിങ് ഗൈഡ് ലൈൻസ്. ഇത് കൂടാതെ ഒരാളുടെ ഡ്രിങ്കിങ് പാറ്റേൺ, അതായത് ഒരാൾ 2 പെഗ് ഒരു ദിവസം കഴിക്കുന്നു, ആഴ്ചയിൽ അയാൾ 14 പെഗ് അടിക്കുന്നു. എന്നാൽ മറ്റൊരാൾ എല്ലാ ശനിയാഴ്ചയും രാത്രി 14 പെഗ് ഒന്നിച്ചടിക്കുന്നു. ഈ ഒരു പാറ്റേണും ഇത്തരം റിസ്ക് ഫാക്ടർ കൂട്ടുന്നതാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 10 ഡ്രിങ്കാണ് സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കും 15 ഡ്രിങ്കാണ് പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്കും. അതായത് വൺസ് ഒരു ഒക്കേഷനിൽ സ്ത്രീകൾ 3 സ്റ്റാൻഡേർഡ് ഡ്രിങ്കും പുരുഷന്മാർ 4 ആയിട്ട് അവർ അതിനകത്ത് സിംഗിൾ ഒക്കേഷനിൽ ഒരൊറ്റ ഒക്കേഷനിൽ അതിനകത്ത് വിഭജിച്ചിട്ടുണ്ട്. ആൽക്കഹോളിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 2004 കാനഡ നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു പെർസെൻറ്റേജ് എല്ലാം പറയുന്നുണ്ട്. 24% ആളുകൾ മദ്യം നിർത്തുകയോ ഇപ്പോൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് അമിതമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഈ സർവേ തെളിയിക്കുന്നു. 33% ആളുകൾ ഇവരുടെ കുടി മൂലം മറ്റുള്ളവരുടെ ജീവിതത്തെയും അത് ബാധിച്ചുവെന്ന് തെളിയിക്കുന്നുണ്ട്. 10% ആളുകളുടെ മാരേജ് ലൈഫും അവരുടെ ഫാമിലി ലൈഫും മദ്യം മൂലം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗം മൂലം തകർക്കപ്പെട്ടതായിട്ട് പഠനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം മൂലമാണ് ലോകത്തെവിടെയും, ഞാനിതിപ്പോൾ കാനഡ ബേസ് ഉള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞെങ്കിലും ലോകത്തെവിടെയും ഈ മദ്യമാണ് 1 നമ്പർ സബ്സ്റ്റൻസസ് ആയിട്ട്
അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നൽകുന്നത്. മദ്യത്തെ ഒരു ഭാഗമായിട്ട് സ്ലോ പോയിസൺ, വളരെ സാവധാനം മനുഷ്യനെ കൊല്ലുന്ന ഒരു വിഷമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മറ്റുള്ളവർ തിരിച്ചറിയില്ല. കാരണം അമിതമായിട്ട് വിഷം കഴിക്കുന്ന ഒരാളെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലാക്കും. പക്ഷെ അമിതമായിട്ട് മദ്യം കഴിക്കുന്ന ഒരാളെ നമ്മൾ ഹോസ്പിറ്റലാക്കാറില്ല. കാരണം മദ്യം വിഷമാണ്, അല്ലെങ്കിൽ മദ്യം ഒരു സ്ലോ പോയിസൺ ആണെന്നുള്ള തിരിച്ചറിവ് നേടുന്നത് വരെ ഇയാൾ കൂടി തുറന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് കൂടുതലും ആൽക്കഹോളിനെ പറ്റിയാണ്. ആൽക്കഹോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന റിസ്ക് ഫാക്ടറെ പറ്റിയാണ് നമ്മൾ മൊത്തത്തിൽ ഇന്ന് വിവരിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവയർനെസ് കിട്ടിയെങ്കിൽ ഞങ്ങൾ സംതൃപ്തനായി. അടുത്ത എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇന്നത്തേക്ക് വിടാം. കാണുന്നവർക്കെല്ലാവർക്കും നന്ദി. ഞാൻ ഷിബു, കാനഡ.